ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നമ്മുടെ വി എഫ് എക്കും എൽ ഡി സിക്കും എൽ ജി എസിനും വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. എൻ്റെ ക്ലാസ് പോകുന്നത് നമ്മൾ സുപ്രധാന നിയമങ്ങൾ, അതുപോലെ തന്നെ കലാ കായികം സാഹിത്യം സംസ്കാരം ആ ടോപ്പിക്ക്, അതുപോലെ തന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം, ഈ 3 ടോപ്പിക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോപ്പിക്ക് വൈസ് ക്ലാസ് ആയിട്ടായിരിക്കും എടുക്കാൻ പോകുന്നത് കേട്ടോ. ബാക്കി വരുന്ന നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും പി വൈ ക്യു വിത്ത് എൻ സി ആർ ടി പ്ലസ് എസ് സി ആർ ടി കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും കേട്ടോ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കും, ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അത് ഏത് എൻ സി ആർ ടി എന്നാണ്, ഏത് ഭാഗത്തു നിന്നാണോ വന്നത്, എസ് സി ആർ ടിയിൽ ഏത് ഭാഗത്തു നിന്നാണോ വന്നത്, നമ്മൾ ആ ഭാഗം മുഴുവൻ കംപ്ലീറ്റ് ചെയ്യും. ഇനി അതേ ഭാഗം എൻ സി ആർ ടിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതേ ഭാഗം എസ് സി ആർ ടിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസ് എടുക്കുന്നത് ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ സെലക്റ്റീവായിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിൽ നമ്മുടെ ഭൗതികശാസ്ത്രം, രസതന്ത്രം, ഇതെല്ലാം നമ്മളങ്ങനെ കവർ ചെയ്ത് പോകുന്നതായിരിക്കും കേട്ടോ. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം ടോപ്പിക് വൈസ് എടുക്കാൻ കാരണം നമുക്കറിയാം അതിന് 6 മാർക്കാണ് വരുന്നത്. അപ്പം മസ്റ്റായിട്ട് നമ്മൾ ആ ഭാഗത്തു നിന്നുള്ള 6 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം. പക്ഷേ നമ്മൾ അതിൻ്റെ പി വൈക്കും നമ്മൾ വേറെ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിൽ പറഞ്ഞിരിക്കുന്ന ക്ലാസ് എടുക്കുന്ന ടോപ്പിക് വൈസ് ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന പി വൈക്ക് നമ്മൾ അപ്പം തന്നെ അവസാനമായിട്ടൊരു റിവിഷൻ പോലെ ചെയ്തു പോകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്ലാസ് പോകുന്നത്. പിന്നെ നമുക്ക് വീക്കിലി ഒരു മോക്ക് ടെസ്റ്റും ചെയ്യാം. വീക്കിലി ഒരു പി വൈക്ക് ക്വസ്റ്റ്യൻ, ഒരു മുൻവർഷ ചോദ്യ പേപ്പറും ചെയ്ത് നോക്കാം. അതിൽ ക്വസ്റ്റ്യൻ ഒരു Q&A ആയിട്ട് പറഞ്ഞു പോകാം. ലാസ്റ്റ് വരുന്ന നമ്മുടെ മലയാളവും ഇംഗ്ലീഷും നമുക്ക് അങ്ങനെ അതിൽ തന്നെ എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് പോവാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കാരണം എല്ലാം കൂടി എടുക്കാനുള്ളൊരു ഇത് നമുക്കിപ്പോൾ കുറവാണ്. അപ്പോൾ അങ്ങനെ നടത്തി പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും എക്സ്പ്ലനേഷൻ അപ്പം ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ പിരിച്ചെഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025-ലും 2026-ലും ചോദിച്ചിട്ടുള്ള പിരിച്ചെഴുത്തുകൾ എടുത്തിട്ട് അപ്പം വെച്ചിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ പഠിച്ചിട്ട് പോകും. ആ രീതിയിലാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ഇടണ്ട എന്നുള്ള രീതിയിലാണ്. ബാക്കി വരുന്ന 50-80 ജി കെ ക്വസ്റ്റ്യൻസ്, 80 ഉണ്ടാവില്ല, ബാക്കി വരുന്ന 50 ജി കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു Q&A ആയിട്ട് അങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ വി എഫ് എയുടെ സിലബസ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് എടുക്കുക, പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് കയ്യിൽ വെക്കുക കേട്ടോ. നമ്മൾ കവർ ചെയ്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ടിക്ക് ചെയ്തിടാനൊക്കെ. ഇനി നമുക്കറിയാം വി എഫ് എക്ക് ഏറിപ്പോയ ഒരു 70 ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ റിപ്പീറ്റായിട്ട് വരുന്ന ഭാഗങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. അല്ല എല്ലാതും കൂടെ നമുക്ക് വലിച്ചു വാരി പഠിക്കാൻ നിന്നാൽ നമ്മളെവിടെ എത്തില്ല. പക്ഷേ റിപ്പീറ്റായിട്ട് വരുന്ന, ഞാനിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അനലൈസ് ചെയ്തു. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ സെലക്റ്റീവായിട്ട് റിപ്പീറ്റായിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഈ 2026 നമ്മൾ മിസ്സായി പോയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അത് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ NCERT SCERT ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ജോഗ്രഫിയാണ് കേട്ടോ. ജോഗ്രഫിയിൽ ഒരു 4 ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജോഗ്രഫിയിൽ ആ 4 ക്വസ്റ്റ്യൻ്റെയും NCERT SCERT നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ വായോ. പിന്നെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ വായോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൻ്റെ ശരാശരി സാന്ദ്രത. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൻ്റെ ശരാശരി സാന്ദ്രത. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് +1 ജോഗ്രഫി എന്നാണ് കേട്ടോ. +1 ജോഗ്രഫി എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. യൂണിറ്റ് 3-ൽ നിന്നാണ് കേട്ടോ. ഭൂമിയുടെ ഉള്ളറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 2.7 ഗ്രാം ഘന സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൻ്റെ ശരാശരി സാന്ദ്രത എത്രയാണ്? 2.7 ഗ്രാം ഘന സെൻറ്റിമീറ്റർ. ഭൂവൽക്കം, അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഘടനയാണ്, അതിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഭൂവൽക്കത്തിനെ കുറിച്ചാണ്, ക്രസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഖരഭാഗമാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഖരഭാഗത്തെ എന്ത് പറയുന്നു? ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ക്ലാസ് ഫോളോ ചെയ്യുന്നവരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെറിയൊരു നോട്ട്ബുക്ക് കയ്യിൽ വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ ദിവസം ഇടുന്ന ക്ലാസ്സിലെ പോയിൻ്റ് ഔട്ടായിട്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എഴുതിയിട്ട് വെക്കുക. അത് നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് റിവൈസ് ചെയ്യാൻ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ.
അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അപ്പം തന്നെ പഠിച്ചിട്ട് പോണവരാണെങ്കിൽ അപ്പം തന്നെ പഠിച്ചിട്ട് പോവുക. എന്തായാലും നമ്മൾ വീക്കിലി 2 വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അതുവരെ പഠിച്ചതിൻ്റെ ഒരു റിവിഷൻ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കുമേ. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഖരഭാഗം ഏതാണ്? ഭൂവൽക്കമാണ് അല്ലേ. ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിൻ്റെ കനം എല്ലായിടത്തും ഒരുപോലെയല്ല. നോട്ട് ചെയ്തേക്കണേ, ഭൂവൽക്കത്തിൻ്റെ കനം എല്ലായിടത്തും ഒരുപോലെയല്ല. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. അപ്പോൾ സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ചിട്ട് കനം കുറവാണ്, കനമാണ് കുറവ്. സമുദ്രതട ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ മാത്രം കനമുള്ളപ്പോൾ വൻകര ഭൂവൽക്കത്തിന് ഇത് ഏകദേശം 30 കിലോമീറ്റർ ആണ്. ഓർത്തിരിക്കുക, സമുദ്രതട ഭൂവൽക്കത്തിന് എത്രയാണ് കനമുള്ളത്? 5 കിലോമീറ്റർ ആണ്. സമുദ്രതട ഭൂവൽക്കത്തിൻ്റെ ശരാശരി എത്ര കനമാണ്? 5 കിലോമീറ്റർ ആണെങ്കിൽ വൻകര ഭൂവൽക്കത്തിന് ഇതിലെത്രയാണ്? 30 കിലോമീറ്റർ കനമാണ് ഉള്ളത്. പ്രധാന പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നിടങ്ങളിൽ വൻകര ഭൂവൽക്കം കൂടുതൽ കനത്തിൽ നിലകൊള്ളുന്നു. പ്രധാന പർവ്വതനിരകളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെ എന്തായിരിക്കും? വൻകര ഭൂവൽക്കത്തിന് ഇത്തിരി കൂടെ കൂടുതൽ കനത്തിലായിരിക്കും നിലകൊള്ളുന്നുണ്ടായിരിക്കുക. ഹിമാലയ പർവ്വത മേഖലയിൽ ഭൂവൽക്കത്തിന് 70 കിലോമീറ്റർ കനമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കനമുള്ളത് ഏതിനാണ്? വൻകര ഭൂവൽക്കത്തിനാണ്. അപ്പോൾ ഹിമാലയ പർവ്വതം, അതായത് പർവ്വതനിരകളിലൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് വരുന്തോറും എന്താണ്? വൻകര ഭൂവൽക്കത്തിൻ്റെ കനം കൂടുതലായിരിക്കും. അത്തരത്തിൽ ഹിമാലയ പർവ്വത മേഖലയിൽ ഭൂവൽക്കത്തിന് എത്ര കിലോമീറ്ററോളം കനമുണ്ട്? 70 കിലോമീറ്ററോളം കനമുണ്ട്. വൻകര ഭൂവൽക്കത്തിൻ്റെ ശരാശരി സാന്ദ്രത എത്രയാണ്? 2.7 ഗ്രാം ഘന സെൻറ്റിമീറ്റർ ആണ്. വൻകര ഭൂവൽക്കത്തിൻ്റെ ശരാശരി സാന്ദ്രത എത്രയാണ്? 2.7 ഗ്രാം ഘന സെൻറ്റിമീറ്റർ ആണ്. എന്നാൽ സമുദ്ര ഭൂവൽക്കം 3 ഗ്രാം ഘന സെൻറ്റിമീറ്റർ വരെ സാന്ദ്രതയുള്ള താരതമ്യേന കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമാണ്. അപ്പോൾ സമുദ്ര ഭൂവൽക്കത്തിന് എന്താണ്? കനം കുറവാണ്, പക്ഷേ എന്താണ്? സാന്ദ്രത അവിടെ കൂടുതലാണ്. എത്രയാണ്? 3 ഗ്രാം ഘന സെൻറ്റിമീറ്റർ സാന്ദ്രതയാണ് എന്തിനുള്ളത്? സമുദ്ര ഭൂവൽക്കത്തിനുള്ളത്. അത് എന്താണ്? കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തെ എന്ത് പറയുന്നു? ഭൂവൽക്കം എന്ന് പറയുന്നു. ശിലാനിർമ്മിതമായിട്ടുള്ള കട്ടിയുള്ള ഭാഗമാണ്. ഭൂവൽക്കത്തിൻ്റെ കനം എന്താണ്? എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. എന്താണ് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു, സമുദ്രതട ഭൂവൽക്കത്തിനും വൻകര ഭൂവൽക്കത്തിനും എന്താണ് കനം തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. സമുദ്രതട ഭൂവൽക്കത്തിന് എത്രയുണ്ട്? 5 കിലോമീറ്റർ ആണ് കനമെങ്കിൽ വൻകര ഭൂവൽക്കത്തിന് എത്ര കിലോമീറ്റർ കനമുണ്ട്? 30 കിലോമീറ്ററത്തോളം എന്താണ് അതിന് കനമുണ്ട്. ഇനി പർവ്വത പ്രദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ വൻകര ഭൂവൽക്കത്തിന് എന്താണ് ഒന്നും കൂടെ കനം കൂടുതലായിരിക്കും. അത്തരത്തിൽ ഹിമാലയ പർവ്വത മേഖലയിൽ ഭൂവൽക്കത്തിന് എത്ര കിലോമീറ്ററോളമാണ് കനമുള്ളത്? 70 കിലോമീറ്ററോളം കനമുണ്ട്. ഇനി വൻകര ഭൂവൽക്കത്തിൻ്റെ ശരാശരി സാന്ദ്രത ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 2.7 ഗ്രാം ഘന സെൻറ്റിമീറ്റർ ആണ്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് എത്രയാണ്? 3 ഗ്രാം ഘന സെൻറ്റിമീറ്റർ വരെ സാന്ദ്രതയുള്ള കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമാണ് എന്ത് എന്ന് പറയുന്നത്? സമുദ്ര ഭൂവൽക്കം എന്ന് പറയുന്നത്. അപ്പോൾ ക്രസ്റ്റ് ഓക്കെ അല്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോകാം. മാൻഡിൽ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എവിടുന്നാണ് വന്നതെന്ന് മനസ്സിലായില്ലേ? ഇതാ കിടക്കുന്നു. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. ഇനി അടുത്ത് നോക്കിയേ മാൻഡിൽ. നമുക്ക് അതിൻ്റെ ബാക്കിയും കൂടെ ഉള്ള ഭാഗങ്ങൾ നോക്കിപ്പോവാം. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടല്ലോ അല്ലേ? 58/2026 ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മുടെ 2026 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി അടുത്ത് നോക്കിയേ മാൻഡിൽ. ഭൂമിയുടെ ഉള്ളറയിൽ ഭൂവൽക്കത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്ന പാളി ഏതാണ്? മാൻഡിലാണ്. ഭൂവൽക്കത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്ന പാളി എന്ത് പറയുന്നു? മാൻഡിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂവൽക്കത്തെ മാൻഡിലിൽ നിന്നും വേർതിരിക്കുന്ന മോഹോപരിവർത്തന മേഖല, അല്ലെങ്കിൽ നമ്മൾ SCRT-യിലൊക്കെ മോഹോവിച്ഛിന്നത മേഖല എന്നാണ് പഠിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഭൂവൽക്കത്തെ മാൻഡിലിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണ്? മോഹോപരിവർത്തന മേഖലയാണ്. അതിൽ തുടങ്ങി 2900 കിലോമീറ്റർ വരെ മാൻഡിൽ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഭൂവൽക്കത്തെ മാൻഡിലിൽ നിന്ന് വേർതിരിക്കുന്ന മോഹോപരിവർത്തന മേഖല മുതൽ 2900 കിലോമീറ്റർ വരെയാണ് എന്ത് വ്യാപിച്ചിരിക്കുന്നത്? മാൻഡിൽ വ്യാപിച്ചിരിക്കുന്നത്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ എന്ത് വിളിക്കുന്നു? ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. ഒരു PYQ ആണ്, മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെ എന്ത് വിളിക്കുന്നു? ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്.
ശിലാമണ്ഡലം 10 മുതൽ 200 കിലോമീറ്റർ വരെ വ്യത്യസ്ത കനത്തിൽ നിലകൊള്ളുന്നു. അപ്പോൾ ശിലാമണ്ഡലം എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്? 10 മുതൽ 200 കിലോമീറ്റർ വരെ വ്യത്യസ്ത കനങ്ങളിലാണ് നിലകൊള്ളുന്നത്. ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെയായി ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന അസ്തനോസ്ഫിയർ മാൻഡിലിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മുടെ ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെ എന്താണ് പകുതി ദ്രവമായിട്ടുള്ള അവസ്ഥയിൽ കാണപ്പെടുന്ന അസ്തനോസ്ഫിയർ എന്തിൻ്റെ ഭാഗമാണ്? മാൻഡിലിൻ്റെ ഭാഗമാണ്. ഈ അസ്തനം എന്ന വാക്കിൻ്റെ അർത്ഥം ദുർബലം എന്നാണ് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക, ഒന്നും വിടണ്ട. ഏകദേശം 400 കിലോമീറ്റർ വരെയാണ് അസ്തനോസ്ഫിയർ വ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അസ്തനോസ്ഫിയറിൻ്റെ വ്യാപ്തി എത്രയാണ്? ഏകദേശം 400 കിലോമീറ്റർ വരെയാണ് അസ്തനോസ്ഫിയർ വ്യാപിച്ചിട്ടുള്ളത്. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മുടെ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ശിലാദ്രവങ്ങൾ, ലാവ എന്നൊക്കെ പറയും. ഇതിൽ മാഗ്മ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രഭവ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് അസ്തനോസ്ഫിയർ ആണ്. ഭൂവൽക്കത്തേക്കാൾ ഉയർന്ന സാന്ദ്രതയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അസ്തനോസ്ഫിയറിലെ സാന്ദ്രത എത്രയാണ്? 3.4 ഗ്രാം ഘന സെൻറ്റിമീറ്റർ ആണ്. അസ്തനോസ്ഫിയർ ഭൂവൽക്കത്തേക്കാൾ എന്താണ്? അസ്തനോസ്ഫിയറിൽ ഉയർന്ന സാന്ദ്രതയുണ്ട്. എത്രയാണ്? 3.4 ഗ്രാം ഘന സെൻറ്റിമീറ്റർ ആണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അത്രയുള്ള മാൻഡിലിനെ കുറിച്ച്. അപ്പോൾ മാൻഡിലിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ ഭൂവൽക്കത്തിൻ്റെ തൊട്ട് താഴെയുള്ള മാൻഡിലാണ്. എവിടെ തൊട്ടാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്? നമ്മുടെ ഭൂവൽക്കത്തെ മാൻഡിലിൽ നിന്ന് വേർതിരിക്കുന്ന മോഹോ പരിവർത്തന മേഖല മുതൽ 2900 കിലോമീറ്റർ വരെയാണ് ഈ മാൻഡിൽ വ്യാപിച്ചു കിടക്കുന്നത്. പിന്നെന്താണ്? ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ എന്ത് വിളിക്കുന്നു? ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്നാണ് വിളിക്കുന്നത്. ശിലാമണ്ഡലം 10 മുതൽ 200 കിലോമീറ്റർ വരെ വ്യത്യസ്ത കനത്തിലാണ് നിലകൊള്ളുന്നത്. ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെയായി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന അസ്തനോസ്ഫിയർ എന്തിൻ്റെ ഭാഗമാണ്? മാൻഡിലിൻ്റെ ഭാഗമാണ്. ഏകദേശം 400 കിലോമീറ്റർ വരെയാണ് അസ്തനോസ്ഫിയർ വ്യാപിച്ചിട്ടുള്ളത്. അവിടെ എന്താണ്? സാന്ദ്രത കൂടുതലാണ് അല്ലേ? അവിടുന്ന് ബഹിർഗമിക്കുന്ന അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന പുറത്തേക്ക് വരുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലം ഏതാണ്? അസ്തനോസ്ഫിയർ ആണ്. അവിടെ എന്താണ്? ഭൂവൽക്കത്തേക്കാൾ ഉയർന്ന സാന്ദ്രതയായിരിക്കും അനുഭവപ്പെടുക. എത്രയാണ്? 3.4 ഗ്രാം ഘന സെൻറ്റിമീറ്റർ ആണ് അവിടെ സാന്ദ്രതയായിട്ട് പറയുന്നത്. ഇനി നമുക്ക് കാമ്പിലേക്ക് പോവാം. അസ്തനോസ്ഫിയറിന് താഴെയുള്ള കീഴ്മാൻഡിൽ ഖരാവസ്ഥയിലാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. നമ്മുടെ അസ്തനോസ്ഫിയർ വരെ എന്താണ്? അർദ്ധ ദ്രവാവസ്ഥയിലാണെന്ന് പറഞ്ഞു. അതിന് ശേഷമുള്ള ഭാഗങ്ങൾ എന്തായിരിക്കും? കീഴ്മാൻഡിൽ എന്താണ്? അസ്തനോസ്ഫിയറിന് താഴെയുള്ള കീഴ്മാൻഡിൽ എങ്ങനെയാണ്? ഖരാവസ്ഥയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നുണ്ടാവുക. ഇനി നോക്കൂ, കാമ്പ്. ഭൂമിയുടെ കാമ്പിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന് ഭൂകമ്പ തരംഗ പ്രവേഗത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങളാണ് സഹായകമായിരിക്കുന്നത്. അപ്പോൾ കാമ്പിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് നമുക്ക് അറിവ് കിട്ടിയിരിക്കുന്നത്? ഭൂകമ്പ തരംഗ പ്രവേഗത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനങ്ങളാണ് എന്തിന് സഹായകമായത്? കാമ്പിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ സഹായമായത്. മാൻഡിലിനും കാമ്പിനുമിടയിലുള്ള അതിർവരമ്പ് ഏകദേശം 2900 കിലോമീറ്റർ ആഴത്തിലാണെന്ന് കണക്കാക്കുന്നു. അപ്പം മാൻഡിലിനും കാമ്പിൻ്റെയും ഇടയിലുള്ള അതിർവരമ്പ് എത്രയാണ്? 2900 കിലോമീറ്റർ ആണെന്നാണ് കണക്കാക്കുന്നത്. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ്. അപ്പോൾ കാമ്പിൻ്റെ പുറക്കാമ്പ് എങ്ങനെയാണ്? ദ്രവാവസ്ഥയിലാണ്, പുറമേ കാണുന്ന ഭാഗം. ഇനി കാമ്പിൻ്റെ തുടക്ക ഭാഗത്ത് സാന്ദ്രത 5 ഗ്രാം ഘന സെൻറ്റിമീറ്റർ ആണ്. എന്താണ്? കാമ്പിൻ്റെ തുടക്ക ഭാഗത്ത് എത്രയായിരിക്കും സാന്ദ്രത എന്ന് പറയുന്നത്? 5 ഗ്രാം ഘന സെൻറ്റിമീറ്റർ ആണ്. എന്നാൽ ഭൗമകേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ, ഉള്ളിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ ഏകദേശം എത്തുമ്പോൾ, അതായത് എത്രയും കിലോമീറ്റർ താഴ്ചയിലേക്ക് വരണം? 6300 കിലോമീറ്റർ താഴ്ചയിലേക്ക് വരുന്തോറും എന്താണ്? അതിൻ്റെ സാന്ദ്രത 13 ഗ്രാം ഘന സെൻറ്റിമീറ്റർ ആയിട്ട് ഉയരുകയാണ് ചെയ്യുന്നത്. തുടക്ക ഭാഗത്ത് 5 ഗ്രാം ഘന സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മുടെ ഭൗമകേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ, അതായത് അവിടെ നിന്ന് വീണ്ടും 6300 കിലോമീറ്റർ താഴ്ചയിലേക്ക് വരും തോറും എന്താണ്? അവിടെ സാന്ദ്രത 13 ഗ്രാം ഘന സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഉയരുന്നത്. മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ഘനലോഹങ്ങളാലാണ് കാമ്പിൻ്റെ നിർമ്മിതി. അതുകൊണ്ട് കാമ്പിനെ എന്തിനും വിളിക്കുന്നു? നിഫെ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പം നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ കാമ്പാണ്, അല്ലെങ്കിൽ കോറാണ്. ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്? നിക്കലും ഇരുമ്പും. ഫി കണ്ടോ? അപ്പോൾ ആ 2 ഘനലോഹങ്ങൾ കൊണ്ടാണ് കാമ്പിൻ്റെ നിർമ്മിതി. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു? നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്നു.
നമ്മുടെ SCERTയിൽ 10ാം ക്ലാസ്സിലെ ഈ ഒരു ഭൂമിയുടെ ഘടനയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്നും കൂടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാം. അതിൽ നമുക്ക് ഭൂവൽക്കത്തിനെ കുറിച്ച് നോക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പുറന്തോടാണെന്ന് നമ്മൾ പറഞ്ഞു. എത്രയാണ് കനം? 40 കിലോമീറ്റർ കനം, ഏകദേശം 40 കിലോമീറ്റർ കനമാണ്. 2 ഭാഗങ്ങളാണുള്ളത്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. എന്താണ് ഭൂവൽക്കത്തെ വൻകര ഭൂവൽക്കം? സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ എന്ത് വിളിക്കുന്നു? സിയാൽ എന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയാണ് ഓർത്തിരിക്കണേ, എഴുതി വെച്ചോണേ. സിലിക്കയും അലുമിനിയം എന്നീ ധാതുക്കളാണ് ഏറ്റവും കൂടുതൽ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു? സിയാൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. സിലിക്കയും അലുമിനിയം. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് സമുദ്ര ഭൂവൽക്കത്തെ എന്ത് വിളിക്കുന്നു? സിമ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നും സമുദ്ര ഭൂവൽക്കത്തെ എന്ത് വിളിക്കുന്നു? സിമ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. അടുത്ത നോക്കിയ മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന പാളിയാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. 2 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഉപരിമാൻഡിലുമുണ്ട്, അധോ മാൻഡിലുമുണ്ട്. ഉപരിമാൻഡിൽ എന്താണ്? സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി ഖരാവസ്ഥയിലാണ്. അപ്പോൾ ഉപരിമാൻഡിൽ ഏത് രീതിയിലാണ് കാണപ്പെടുന്നത്? ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഉപരിമാൻഡിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ടാണത് നിർമ്മിതമായിരിക്കുന്നത്. അധോ മാൻഡിൽ എങ്ങനെയാണ്? ഉപരിമാൻഡിലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ പാളിയിൽ പദാർത്ഥങ്ങൾ അർദ്ധ ദ്രവാവസ്ഥയിലാണ്. അധോ മാൻഡിൽ എങ്ങനെയാണ് പദാർത്ഥങ്ങൾ? അർദ്ധ ദ്രവാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉപരിമാൻഡിൽ ഖരാവസ്ഥയിലുമായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്തെയാണ് കോറ് അല്ലെങ്കിൽ കാമ്പ് എന്ന് പറയുന്നത് അല്ലേ. 2900 കിലോമീറ്റർ തുടങ്ങി 6371 കിലോമീറ്റർ വരെയാണ് കാമ്പിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. 2 ഭാഗങ്ങളാണുള്ളത്, പുറക്കാമ്പുമുണ്ട്, അകക്കാമ്പുമുണ്ട്. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ പുറക്കാമ്പ് എങ്ങനെയാണ്? ഉരുകിയ അവസ്ഥയിലാണ്. അകക്കാമ്പ് എങ്ങനെയാണ്? ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം കാരണം എന്താണ്? ഖരാവസ്ഥയിലായിരിക്കും അകക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായും നിക്കൽ, ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതുകൊണ്ട് കാമ്പിനെ എന്ത് വിളിക്കുന്നു? നിഫെ എന്നാണ് അറിയപ്പെടുന്നത്. സീമയും സിയാലും മാറിപ്പോകരുത്. ഇതിനെന്താ പറയുന്നത്? നമ്മൾ കാമ്പിനെയാണ് നിഫെ എന്ന് പറയുന്നത്. നിക്കലും ഇരുമ്പും കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നിഫെ എന്ന് പറയുന്നു. ശിലാമണ്ഡലവും അസ്തനോസ്ഫിയറും. ഭൂവൽക്കത്തെയും മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും ചേർത്ത് എന്ന് പറയുന്നു? ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധ ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിൻ്റെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ, ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹിമാലയ പർവ്വത നിരകൾക്കിടയിൽ ഇന്ത്യൻ ഫലകാതിര് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഏത് തരമാണ്? ഹിമാലയ പർവ്വത നിരകൾക്കിടയിലെ ഇന്ത്യൻ ഫലകാതിര് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഏത് തരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമുദ്ര വൻകര സംയോജനം കൊടുത്തിട്ടുണ്ട്. സ്ഥാനാന്തര സീമ, വിയോജക സീമ, വൻകര സംയോജനം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. വൻകര സംയോജനമാണ്. ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ +1 തന്നെ അതേ ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത് 3rd യൂണിറ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് 4th യൂണിറ്റിലാണ്. ഇതൊന്നുമല്ല രസം, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഒരു കൺക്ലൂഷനായിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാവും. എല്ലാ ചാപ്റ്ററിൻ്റെയും ലാസ്റ്റ് ഭാഗം എന്താണ്, അതുവരെ പഠിച്ചിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കും. അതിൽ ഉള്ളൊരു ക്വസ്റ്റ്യനാണ്, 5ാമത്തെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. കണ്ടോ? ഹിമാലയ പർവ്വത നിരകൾക്കിടയിലെ ഇന്ത്യൻ ഫലകാതിര് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഏത് തരമാണ്? കണ്ടോ? ഓപ്ഷൻസും എല്ലാം കറക്റ്റാണ്. ആൻസർ വരെ ഏതാണ്? വൻകര സംയോജനമാണ്. അപ്പോൾ എത്രത്തോളം NCERT എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് എന്തായാലും നമ്മുടെ VFAക്കും LDCക്കും നമുക്ക്
ജോഗ്രഫി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ NCERT-നെ തന്നെ നമ്മൾ ആശ്രയിക്കണം. നമ്മളൊരു റാങ്ക് ഫയൽ പോലെ നമ്മൾ അത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം കേട്ടോ. കാരണം SCERT-യിലും കൊടുക്കുന്ന അതേ കണ്ടൻറ്റ് അത് തന്നെയാണ് ഇവിടെയുള്ളത്, NCERT-യിലും ഉള്ളത് കേട്ടോ. അതിൽ കുറേ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് അത് പഠിക്കുന്നതല്ലേ ബെറ്റർ. അപ്പോൾ നമുക്കതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം കേട്ടോ. ഉപദ്വീപീയ ഇന്ത്യയുടെയും ഓസ്ട്രേലിയൻ വൻകരയുടെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഫലകം എന്ന് പറയുന്നത്. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഉപദ്വീപീയ ഇന്ത്യയുടെയും ഓസ്ട്രേലിയൻ വൻകരയുടെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഫലകം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഉപദ്വീപീയ ഇന്ത്യ പ്ലസ് ഓസ്ട്രേലിയൻ വൻകരയുടെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? ഇന്ത്യൻ ഫലകം. ഹിമാലയ മേഖലയിലെ നിമഞ്ജന മേഖലയാണ് വൻകര സംയോജന രൂപത്തിലുള്ള വടക്കൻ ഫലകാതിര. അത് തന്നെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഹിമാലയ മേഖലയിലെ നിമഞ്ജന മേഖലയാണ് വൻകര സംയോജന രൂപത്തിലുള്ള വടക്കൻ ഫലകാതിര എന്ന് പറയുന്നത്. വടക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഹിമാലയമാണ്. ആ ഒരു ഭാഗമാണ് അവിടെയുള്ള എന്താണ്? ഫലകാതിരാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതിലൂടെയാണ്? വൻകര സംയോജന രൂപത്തിലുള്ള അതിരാണ് വടക്കൻ ഫലകാതിര എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫലകത്തിൻ്റെ കിഴക്കൻ അതിർ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ മുതലാണ്? ജാവ ഗർത്തം ദ്വീപചാപത്തോളം നീളുന്ന മ്യാൻമറിലെ റാഖിയോൻയോമ പർവ്വതങ്ങൾ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഇന്ത്യൻ ഫലകത്തിൻ്റെ കിഴക്കൻ അതിരെന്ന് പറയുന്നത്. എവിടെ മുതലാണ്? ജാവ ഗർത്തം ദ്വീപചാപത്തോളം നീളുന്ന മ്യാൻമറിലെ റാഖിൻ യോമ പർവ്വതനിരകൾ, മ്യാൻമറിലെ റാഖിൻയോമ പർവ്വതനിര. അപ്പോൾ റാഖിൻയോമ പർവ്വതനിര എവിടെയാണ്? മ്യാൻമറിലാണ്. റാഖിൻയോമ പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മ്യാൻമറിലാണ്. അവിടം വരെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ഫലകത്തിൻ്റെ കിഴക്കൻ അതിര് സ്ഥിതി ചെയ്യുന്നത്. ഈ കിഴക്കൻ അതിര് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ തെക്ക് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ പർവ്വതനിരയുടെ രൂപത്തിലുള്ള ഒരു വ്യാപന മേഖലയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഫലകം എങ്ങനെ ഓസ്ട്രേലിയൻ വൻകരകളുടെ ഭാഗം കൂടി ആയതല്ലേ. നമ്മൾ ആദ്യം അതല്ലേ പഠിച്ചത്. ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ വൻകര, ഉപദ്വീപീയ ഇന്ത്യയുടെയും ഓസ്ട്രേലിയൻ വൻകരയുടെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഫലകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫലകത്തിൻ്റെ കിഴക്കൻ അതിര് എവിടം വരെയാണ്? ഓസ്ട്രേലിയയ്ക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് പസഫിക് സമുദ്രത്തിൽ പർവ്വതനിരയുടെ രൂപത്തിലുള്ള ഒരു വ്യാപന മേഖലയായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിലെ കിർത്താർ പർവ്വതനിരകളാണ് ഇതിൻ്റെ പടിഞ്ഞാറ് അതിരെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യൻ ഫലകത്തിൻ്റെ പടിഞ്ഞാറ് അതിര് ചോദിച്ചാൽ എവിടെയാണ്? പാകിസ്ഥാനിലെ കിർത്താർ പർവ്വതനിരകളാണ്. പാകിസ്ഥാനിലെ കിർത്താർ പർവ്വതനിരകൾ. അപ്പം കിർത്താർ പർവ്വതനിരകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. റാഖിൻയോമ പർവ്വതനിരകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? മ്യാൻമറിലാണ് സ്ഥിതി ചെയ്യുന്നത്. മക്രാന തീരത്തു നിന്ന് ആരംഭിച്ച് ചെങ്കടൽ ഭ്രംശത്തിലൂടെ ചാഗോസ് ദ്വീപ സമൂഹം വരെ നീളുന്ന വ്യാപന മേഖലയോളം ഇതിന് വ്യാപ്തിയുണ്ട്. എന്തിന്? നമ്മുടെ ഇന്ത്യൻ ഫലകത്തിൻ്റെ പടിഞ്ഞാറേ അതിരിന്. ഈ മക്രാന തീരം എന്ന് പറയുന്നത് നമ്മുടെ പാകിസ്ഥാൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തും ഇറാൻ്റെ തെക്ക് കിഴക്കൻ ഭാഗത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്ന അറബിക്കടലിൻ്റെ വടക്കൻ തീരപ്രദേശമാണ് കേട്ടോ. അറബിക്കടലിൻ്റെ വടക്കൻ തീരപ്രദേശമാണ് എന്ത് എന്ന് പറയുന്നത്? മക്രാന തീരം എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാവേ. മക്രാന തീരം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഇറാൻ്റെ തെക്ക് കിഴക്കൻ ഭാഗത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്ന അറബിക്കടലിൻ്റെ തീരപ്രദേശമാണ് എന്ത് പറയുന്നത്? മക്രാന തീരം എന്ന് പറയുന്നത്. പാകിസ്ഥാൻ്റെയും ഇറാൻ്റെയും എന്താണ്? പാകിസ്ഥാൻ്റെ തെക്ക് പടിഞ്ഞാറും ഇറാൻ്റെ തെക്ക് കിഴക്കൻ ഭാഗത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്ന അറബിക്കടലിൻ്റെ ഒരു തീരപ്രദേശമാണ് എന്ത് പറയുന്നത്? മക്രാന തീരം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ആരംഭിച്ചിട്ട് എവിടം വരെ? ചാഗോസ് ദ്വീപ സമൂഹം വരെ നീളുന്ന വ്യാപന മേഖലയാണ് എന്ത് എന്ന് അത്രത്തോളം വ്യാപന വ്യാപ്തിയുണ്ട് എന്തിന്? നമ്മുടെ ഇന്ത്യൻ ഫലകത്തിൻ്റെ പടിഞ്ഞാറേ അതിര് എന്ന് പറയുന്നത്. ഈ ചാഗോസ് ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നൊരു ദ്വീപാണ് കേട്ടോ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു ദ്വീപാണ് ചാഗോസ് ദ്വീപ് എന്ന് പറയുന്നത്. അവിടെ ഏകദേശം 60ഓളം ദ്വീപുകളാണ് ഉള്ളത് കേട്ടോ. ചെറിയ ദ്വീപുകൾ, ഏകദേശം 60ഓളം ചെറിയ ദ്വീപുകളാണ് അവിടെ കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ഇന്ത്യക്ക് തെക്ക് 1600 കിലോമീറ്റർ അകലെയാണ് എന്തിൻ്റെ സ്ഥാനം? ഈ ചാഗോസ് ദ്വീപ സമൂഹത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വ്യാപ്തി ഉണ്ടെന്ന് ആലോചിക്കണം അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ തെക്ക് 1600 കിലോമീറ്ററാണ് ഈ ചാഗോസ് ദ്വീപ സമൂഹത്തിൻ്റെ
കിടക്കുന്നത്. അത്ര അകലെയാണ് ഈ ചാഗോസ് ദ്വീപ സമൂഹം കിടക്കുന്നത്. അപ്പോൾ അത്രത്തോളം വ്യാപ്തിയുണ്ട് നമ്മുടെ ഇന്ത്യൻ ഫലകത്തിൻ്റെ പടിഞ്ഞാറതിരി എന്ന് പറയുന്നത്. ആ ഒരു വ്യാപ്തി പറയാൻ ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇന്ത്യൻ ഫലകത്തിൻ്റെയും അന്റാർട്ടിക് ഫലകത്തിൻ്റെയും അതിരിൽ കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ ഒരു സമുദ്രാന്തർ പർവ്വതനിരയുണ്ട്. ഇത് കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ ന്യൂസിലാൻഡിന് അല്പം തെക്കായി വ്യാപന മേഖലയിലേക്ക് ലയിക്കുന്നു. ഇന്ത്യൻ ഫലകത്തിൻ്റെയും അന്റാർട്ടിക് ഫലകത്തിൻ്റെയും അതിരിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ എന്തുണ്ട്? ഒരു വിയോജന സീമ നിരയുണ്ട്. ഒരു സമുദ്രാന്തർ പർവ്വത വിയോജന സീമ നിരയുണ്ട്. ഇത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ന്യൂസിലാൻഡിൻ്റെ അല്പം തെക്കായിട്ട് ന്യൂസിലാൻഡിൻ്റെ തെക്ക് ഭാഗത്തേക്കിട്ട് എന്തായിരുന്നു അത് വ്യാപിച്ചിട്ടുണ്ട്. അതിവിശാലമായ സമുദ്രത്തിൽ ഓസ്ട്രേലിയൻ തീരത്തിനോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വൻ ദ്വീപായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലെ നമ്മുടെ ഇന്ത്യൻ ഫലകത്തിൻ്റെയും അന്റാർട്ടിക് ഫലകത്തിൻ്റെയും അതിരിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ഒരു വിയോജന സീമ നിരയുണ്ടായിരുന്നു. വിയോജന സീമ വഴി രൂപീകൃതമായിട്ടുള്ള ഒരു സമുദ്രാന്തർ പർവ്വത നിരയുണ്ടായിരുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്? ന്യൂസിലാൻഡിൻ്റെ തെക്ക് വ്യാപന മേഖലയിലേക്ക് ലയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ തീരം നമ്മുടെ ഇന്ത്യയുടെ ഒരു അതിര് എങ്ങോട്ട് വന്നു? ഓസ്ട്രേലിയൻ തീരത്തിനോടടുത്ത് വന്നു. അപ്പോൾ എന്തായി? നമ്മുടെ ഓസ്ട്രേലിയൻ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വൻ ദ്വീപായിരുന്നു ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഈ ഒരു ഭാഗമൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നമ്മുടെ ഈ കൃത്താർ പർവ്വതനിരകൾ എവിടെയായിരുന്നു? പാകിസ്ഥാനിലായിരുന്നു. അതുപോലെ തന്നെ റാഖിന്യോമ പർവ്വതനിരകൾ എവിടെയായിരുന്നു? മ്യാൻമറിലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്കിപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ സ്ഥാനാന്തര സീമ, അതുപോലെ തന്നെ വിയോജക സീമ, അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അതൊക്കെ ഫലകാതിരുകളാണ്. ഫലകാതിരുകൾ 3 തരമാണ് ഉള്ളത്. ഒന്ന് വിയോജക സീമ. എന്താണ് വിയോജക സീമ എന്ന് പറയുന്നത്? ഫലകങ്ങൾ തമ്മിൽ അകന്നു പോകുന്ന ഭാഗങ്ങളിൽ പുതിയ ഭൂവൽക്കം രൂപം കൊള്ളുന്ന ഇത്തരം ഫലകാതിരുകളാണ് എന്ന് പറയുന്നത് വിയോജക സീമകൾ. വിയോജകൾ എന്ന് തന്നെ നമുക്കറിയാമല്ലോ എന്താണ്? ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെ പോവാല്ലേ, ഇങ്ങനെ അകന്നു പോവുക. അപ്പോൾ 2 ഫലകങ്ങൾ ഇങ്ങനെ അകന്നു പോകുമ്പോൾ അതിലെന്ത് ചെയ്യും? അകന്നു പോകുന്ന ആ ഭാഗത്ത് എന്ത് ചെയ്യും? പുതിയൊരു ഭൂവൽക്കം രൂപം കൊള്ളും. അത്തരം ഫലകാതിരുകൾ എന്ത് പറയുന്നു? വിയോജക സീമകൾ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഉദാഹരണം കൊടുക്കുന്നുണ്ട്. വ്യാപന മേഖലകളിൽ നിന്നും അതിരുകളാണ് വിയോജക സീമകൾ. ഇതിനെ എന്ത് പേരിലും അറിയപ്പെടുന്നുണ്ട്? വ്യാപന മേഖലകളിൽ നിന്നും ഈ മേഖലയ്ക്ക് പേരുണ്ട്. അപ്പോൾ വിയോജക സീമയ്ക്ക് എന്ത് പേരുണ്ട്? വ്യാപന മേഖലകളിൽ നിന്നും അറിയപ്പെടുന്നത്. എന്താണ്? അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കില്ല. അകന്ന് പോയിട്ട് അത് ഓരോ ഭാഗത്തേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെന്ത് പറയുന്നു? വ്യാപന മേഖലകളിൽ നിന്നും ഈ ഒരു മേഖലയ്ക്ക് പേരുണ്ട്. ഇതിന് ഏറ്റവും ഉദാഹരണമായിട്ട് പറയുന്നത് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയാണ് കേട്ടോ. വിയോജക സീമയ്ക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് പറയുന്നത് ഏതാണ്? മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയാണ്. അമേരിക്കൻ ഫലകങ്ങൾ യൂറേഷ്യൻ ഫലകങ്ങളിൽ നിന്നും ആഫ്രിക്കൻ ഫലകത്തിൽ നിന്നും വേർപ്പെടുന്ന അതിരാണ് എന്ന് പറയുന്നത് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്ന് പറയുന്നത്. ഇനി സംയോജക സീമകളെ. എന്താണ് സംയോജക സീമകൾ? നമ്മൾ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് എന്ന് പറയുന്നത് സംയോജക സീമകൾ എന്ന് പറയുന്നത്. ഫലകങ്ങൾ അടുക്കുന്ന അതിരുകളാണ്. ഇവിടെ ഒരു ഫലകം മറ്റൊന്നിനടിയിലേക്ക് ആണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഫലകം മറ്റൊരു ഫലകത്തിൻ്റെ അടിയിലേക്ക് എന്ത് ചെയ്യും? ആണ്ടു പോകുന്നു. ആ ആണ്ടു പോകുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് നിമഞ്ജന മേഖല എന്ന് പറയുന്നത്. നിമഞ്ജന മേഖല. ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് എന്ന് പറയുന്നത് സംയോജക സീമകൾ. അടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു ഫലകം മറ്റൊരു ഫലകത്തിനടിയിലേക്ക് എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ആ ആണ്ടു പോകുന്ന ആ ഭാഗത്തിന് എന്ത് പറയുന്നു? നിമഞ്ജന മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ഫലക സംയോജനം 3 തരത്തിലാണ് ഉള്ളത്. ഇപ്പം നമ്മൾ 2 ഫലകങ്ങൾ കൂട്ടിയിടിക്കുന്നു പറഞ്ഞല്ലോ, അപ്പോൾ അടുക്കുന്നു പറഞ്ഞല്ലോ. അങ്ങനെ അടുക്കുന്നത് 3 ടൈപ്പിലാണ് അടുക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? ഒരു സമുദ്ര ഫലകവും വൻകര ഫലകവും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? സംയോജക സീമകൾ അതിരുകൾ ഉണ്ടാക്കാം. സമുദ്രഫലകവും വൻകര ഫലകവും തമ്മിൽ എന്ത് ചെയ്യാം?
എന്താണ് അടുക്കാം. അതുപോലെ തന്നെ 2 സമുദ്രഫലകങ്ങൾ തമ്മിൽ അടുക്കാം. പിന്നെന്താണ് 2 വൻകര ഫലകങ്ങൾ തമ്മിൽ അടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഒരു സമുദ്രവും ഒരു വൻകരയും, 2 സമുദ്രവും 2 വൻകരയും തമ്മിൽ. അങ്ങനെ 3 ടൈപ്പാണ് സംയോജക സീമകൾ ഫലക സംയോജനം നടക്കുന്നത്. ഇനി അടുത്തതാണ് സ്ഥാനാന്തര സീമകൾ എന്ന് പറയുന്നത്. എന്താണ് സ്ഥാനാന്തര സീമകൾ? ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി നീങ്ങുന്ന ഫലകാതിരുകളാണ് എന്ത് എന്ന് പറയുന്നത്? സ്ഥാനാന്തര സീമകൾ എന്ന് പറയുന്നത്. സ്ഥാനാന്തരം തന്നെ നമുക്ക് പറയാമല്ലോ, എന്താണ്? നീങ്ങുക അല്ലേ, ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് നീങ്ങുക. അതിനെയാണ് നിന്ന ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് എന്താണ് സ്ഥാനാന്തരം എന്ന് പറയുക അല്ലേ. അപ്പോൾ ഫലകങ്ങൾ തിരശ്ചീനമായിട്ട് ഉരസിയിട്ട് എന്താണ് നീങ്ങിപ്പോവുക, അതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? സ്ഥാനാന്തര സീമകൾ എന്ന് പറയുന്നത്. ഇത്തരം ഫലകാതിരുകളിൽ ഭൂവൽക്കം പുതിയതായി നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. എന്താണ്? ജസ്റ്റ് ഒന്ന് ഉരസി പോവുകയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പുതിയതായിട്ടൊന്നും നിർമ്മിക്കുകയുമില്ല. പിന്നെന്താണ്? ഒന്നും അവിടെ കേടുവന്ന് ഒന്നും നശിക്കുകയും ഇല്ല. അത്തരം എന്താണ് അതിരുകളാണ് എന്ത് എന്ന് പറയുന്നത്? സ്ഥാനാന്തര സീമകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യൻ ഫലകാതിര ചുവടെ ചേർത്തിട്ടുള്ള ഏത് തരമാണ്? വൻകര സംയോജനമാണ്. നമുക്ക് അടുത്ത 2 ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും 2026 2 ക്വസ്റ്റ്യനാണ് കേട്ടോ. 62/2026. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നത് ഏതാണ്? ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ സിന്ധു നദിയാണ് അറബിക്കടലിൽ പതിക്കുന്നത് അല്ലേ. ഇന്ത്യയുടെ മാനകരേഖാംശം എത്രയാണ്? 82.5 ഈസ്റ്റ് ആണല്ലേ. 82.5 കിഴക്കാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ 10th നിന്നാണ് കേട്ടോ. 10th SCRTയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. നമ്മുടെ 10th 7ാമത്തെ ചാപ്റ്റർ, സോഷ്യൽ സയൻസ് 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജോഗ്രഫിയിൽ നദികളെക്കുറിച്ചൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ ഇന്ത്യയുടെ സ്ഥാനം അക്ഷാംശം എത്രയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. ഇന്ത്യയുടെ സ്ഥാനം എങ്ങനെയാണ്? അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ്. ഇതൊന്ന് എഴുതി വെച്ച് പഠിച്ചേക്കണം കേട്ടോ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗത്തെ എന്ത് പറയുന്നു? ഉപദ്വീപ് എന്നാണ് പറയുന്നത്. 3 വശങ്ങളും എന്താണ്? സമുദ്രത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു ഭൂവിഭാഗമാണ് എന്ത് എന്ന് പറയുന്നത്? ഉപദ്വീപ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നത് കൊണ്ട് ഈ ഭാഗം എന്തെന്നറിയപ്പെടുന്നു? ഇന്ത്യൻ ഉപദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് നമ്മുടെ നദികളെക്കുറിച്ച് നോക്കാം. ഹിമാലയ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര അല്ലേ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതിൽ നമുക്ക് ആദ്യം സിന്ധുവിനെ കുറിച്ച് പഠിക്കാം. ഇതിപ്പോൾ തന്നെ പഠിച്ചിട്ട് പോവാം കേട്ടോ. പിന്നേക്ക് വെക്കേണ്ട നദികൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എവിടുന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്? ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ് കേട്ടോ സിന്ധു നദി ഉത്ഭവിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ +1 NCERT പരിശോധിച്ച് കഴിഞ്ഞാൽ അത് രാഗാസ് തടാകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നാണ് കേട്ടോ. ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന് കുറച്ചും കൂടെ മാറിയിട്ടുള്ള രാഗാസ് തടാകത്തിൽ നിന്നാണ് സിന്ധു ഉത്ഭവിക്കുന്നത് എന്നാണ് അതിൽ പറയുന്നത്. ഇപ്പം നമ്മൾ SCERT ഈ കാര്യം പഠിച്ചിട്ട് പോവാം. സിന്ധു ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ്. എങ്ങനെയാണ് നീളം? ഏകദേശം 2880 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. പക്ഷേ ഈ നദിയുടെ 709 കിലോമീറ്റർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. നീളം എത്രയാണ്? 2880 കിലോമീറ്റർ ആണ്. എന്നാൽ ഈ നദിയുടെ 709 കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. പോഷക നദികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഏതൊക്കെയാണ് സിന്ധുവിൻ്റെ പോഷക നദികൾ? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇനി നമ്മുടെ സിന്ധു നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്. ഇനി ഏതാണ് പതനസ്ഥാനം? എവിടെയാണ്? അറബിക്കടലിലാണ് പതിക്കുന്നത്. സിന്ധു നദി പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. അപ്പോൾ സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മാനസരോവർ തടാകത്തിൽ നിന്നാണ്. 2880 കിലോമീറ്ററോളമാണ് നീളം. 709 കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. പോഷക നദികൾ
ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് മുതലായവയാണ്. എവിടെയാണ് പതനസ്ഥാനം എന്ന് പറയുന്നത്? അറബിക്കടലാണ്. എവിടുന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്? ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് അല്ലെ. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. 2500 കിലോമീറ്റർ ആണ് നീളമായിട്ട് പറയുന്നത്. ഏതൊക്കെയാണ് പോഷക നദികൾ? യമുന, ഗോമതി, ഗണ്ഡക്, കോസി, ഗാഗ്ര, സോണ്. ഏതൊക്കെയാണ്? യമുന, ഗോമതി, ഗണ്ഡക്, കോസി, ഗാഗ്ര, സോണ് മുതലായവയാണ് ഗംഗയുടെ പോഷക നദികൾ. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയേ. ഉത്തർപ്രദേശിലൂടെ, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗ ഒഴുകുന്നത്. എന്നിട്ട് എവിടെ പോയിട്ട് പതിക്കുന്നു? ബംഗാൾ ഉൾക്കടലിലാണ് പതനസ്ഥാനം എന്ന് പറയുന്നത്. ഗംഗയുടെ പതനസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. അടുത്തതാണ് ബ്രഹ്മപുത്ര. നമ്മുടെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര, ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. 725 കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ടോട്ടൽ എത്രയാണ്? 2900 കിലോമീറ്റർ ആണ് നീളമായിട്ട് പറയുന്നത്. ഇന്ത്യയിലൂടെ 725 കിലോമീറ്റർ മാത്രമാണ് ഒഴുകുന്നത്. ഏതൊക്കെയാണ് പോഷക നദികൾ? ടീസ്റ്റ, മാനസ്, ലോഹിത്, സുബൻസിരി. ഇതിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണല്ലേ കൊടുത്തിരിക്കുന്നത്. ബ്രഹ്മപുത്രയിൽ ഏതൊക്കെയാണ് പോഷക നദികൾ? ടീസ്റ്റ, മാനസ്, ലോഹിത്, സുബൻസിരി. ഇനി അരുണാചൽ പ്രദേശ്, അസം, സിക്കിം, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. എവിടെ പോയിട്ട് പതിക്കുന്നു? ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. നമുക്കിതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഇതേപോലെ PYQ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കി പോവാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത്രയും പഠിക്കുക. നമ്മൾ SCERTയിൽ കിടക്കുന്ന ഇത്രയും പഠിക്കുക. നമ്മൾ സിന്ധു നദി എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ്. അതുപോലെ തന്നെ ഗംഗാ നദി എവിടെ പതിക്കുന്നു? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. നമ്മുടെ ബ്രഹ്മപുത്രയാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അതിൻ്റെ പോഷക നദികളും കൂടെ, ഉത്ഭവസ്ഥാനവും പോഷക നദികളും പതനസ്ഥാനവും ഇപ്പം തന്നെ പഠിച്ചിട്ട് പോവാം കേട്ടോ. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇത്രയുമാണ് നമ്മുടെ ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. ഇനി എവിടെ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്? മഹാമൈക്കിളിലെ, മഹാനായിട്ടുള്ള മൈക്കിൾ, മഹാനദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മൈക്കലാ നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നീളം എത്രയാണ്? 857 കിലോമീറ്റർ ആണ്. പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഇബ്, ടെല്ലാണ്. പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഇബ്, ടെല്ലാണ്. എവിടെയാണ് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ്. മഹാനദി പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഗോദാവരി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ അവിടുന്ന് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് എന്തുത്ഭവിക്കുന്നത്? ഗോദാവരി ഉത്ഭവിക്കുന്നത്. എത്രയാണ് ഏകദേശം നീളമായിട്ട് പറയുന്നത്? 1465 കിലോമീറ്റർ ആണ്. ഏതൊക്കെയാണ് പോഷക നദികൾ? ഇന്ദ്രാവതി, ശബരി തുടങ്ങിയവയാണ് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഓപ്ഷൻസിൽ ഇതൊക്കെ കയറി വരാറുണ്ട്. അപ്പോൾ ഗോദാവരിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഇന്ദ്രാവതി, ശബരി. ഇനി എവിടെ പോയിട്ട് പതിക്കുന്നു? ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ചെന്ന് ചേരുന്ന കടൽ ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. കൃഷ്ണ മഹാബലവാനാണ് അല്ലേ? കൃഷ്ണ എങ്ങനെയാണ്? മഹാബലവാനാണ്. കൃഷ്ണ എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? എവിടുന്നാണ്? മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് അല്ലേ? പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് എന്തുത്ഭവിക്കുന്നത്? കൃഷ്ണ ഉത്ഭവിക്കുന്നത്. 1400 കിലോമീറ്റർ ആണ് നീളമായിട്ട് പറയുന്നത്. കൃഷ്ണയുടെ പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. ബംഗാൾ ഉൾക്കടലിൽ പോയിട്ടാണ് പതിക്കുന്നത്. കാവേരി ആണെങ്കിൽ ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത്. 800 കിലോമീറ്റർ ആണ് നീളമായിട്ട് പറയുന്നത്. കബനി, അമരാവതി തുടങ്ങിയവയാണ് കാവേരിയുടെ പോഷക നദികളായിട്ട് പറയുന്നത്. ഏതൊക്കെയാണ്? കബനി, അമരാവതി. ബംഗാൾ ഉൾക്കടലാണ് പതനസ്ഥാനം. അറബിക്കടലിൽ പതിക്കുന്ന 2 ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയുമാണ്. എവിടുന്നാണ് നർമ്മദ ഉത്ഭവിക്കുന്നത്? മൈക്കലാ നിരകളിൽ നിന്നാണ്. എവിടുന്നാണ് നർമ്മദ ഉത്ഭവിക്കുന്നത്? മൈക്കലാ നിരകളിൽ നിന്നാണ്. എത്രയാണ് നീളം? 1312 കിലോമീറ്റർ ആണ്. ഏതൊക്കെയാണ് പോഷക നദികൾ?
ഹിരണും ബെഞ്ചാനുമാണ് നർമ്മദയുടെ പോഷക നദികൾ. അറബിക്കടലിൽ പതിക്കുന്നു. താപ്തി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മുൻതായി പീഠഭൂമി എന്നാണ് അല്ലേ. മുൻതായി പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? താപ്തിയാണ്. നീളം എത്രയാണ്? 724 കിലോമീറ്റർ ആണ്. പോഷക നദികളായിട്ട് പറയുന്നത് ആനറും ഗിർണയുമാണ് കേട്ടോ. ആനറും ഗിർണയുമാണ് താപ്തിയുടെ പോഷക നദികൾ. അറബിക്കടലിലാണ് പതിക്കുന്നത്. ഇനി ഉപദ്വീപീയ നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയേ. മഹാനദി ഒഴുകുന്നത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷയിലൂടെയാണ് കേട്ടോ. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷയിലൂടെയാണ് മഹാനദി ഒഴുകുന്നത്. ഗോദാവരിയോ? മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ. കൃഷ്ണ മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. കാവേരി കർണാടകയിലും തമിഴ്നാട്ടിലുമാണ് ഒഴുകുന്നത്. നർമ്മദ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. താപ്തി നദി മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയേ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. മിക്ക ഉപദ്വീപീയ നദികളിലും വെള്ളച്ചാട്ടം സാധാരണമാണ്. കർണാടകത്തിലെ ശരാവതി നദിയിലുള്ള ജോഗ് ഫാൾസ് ആണ് ഇവയിൽ ഏറ്റവും വലിയ ഉയരമുള്ള വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏതാണ്? ജോഗ് ഫാൾസ് ആണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശരാവതി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. ഇനി നമുക്ക് ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള ഒരു താരതമ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് ഹിമാലയൻ നദികൾ? ഹിമാലയ പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിവിസ്തൃതമായിട്ടുള്ള വൃഷ്ടിപ്രദേശമാണ് ഹിമാലയൻ നദികൾക്കുള്ളത്. അപരദന തീവ്രത വളരെയധികം കൂടുതലാണ്. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമുണ്ട്, അപരദന തീവ്രത കൂടുതലാണ്. പർവ്വതമേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിലൂടെ വളഞ്ഞു പൊളഞ്ഞൊഴുകുകയും ചെയ്യുന്നു. ഉയർന്ന ജലസേചന ശേഷിയുണ്ട്. സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുമുണ്ട് ഹിമാലയൻ നദികളിൽ. ഇനി നേരെ ഓപ്പോസിറ്റാണ് ഉപദ്വീപീയ നദികളിൽ. ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമാണ്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമാണ് ഉപദ്വീപീയ നദികൾക്കുള്ളത്. അപരദന തീവ്രത എങ്ങനെയാണ്? കുറവാണ്. കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നത് കൊണ്ട് അഗാധ താഴ്വരകളൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല. ഗിരികന്ധരങ്ങൾ എന്ന് പറഞ്ഞാൽ അഗാധ താഴ്വരകളാണ് കേട്ടോ. ഈ അഗാധ താഴ്വരകളൊന്നും എന്ത് ചെയ്യുന്നില്ല? ഈ ഉപദ്വീപീയ നദികൾ സൃഷ്ടിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാഠിന്യമേറിയ ശിലകളിലൂടെയാണ് ഒഴുകുന്നത്. കുറഞ്ഞ ജലസേചന ശേഷിയാണുള്ളത്. ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവാണ്. അപ്പോൾ നമ്മൾ ഹിമാലയൻ നദികളെക്കുറിച്ചും ഉപദ്വീപീയ നദികളെക്കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചില്ല. ഇനി നമുക്ക് ആ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാവേ. ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? നമ്മൾ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓപ്ഷൻ ബി 82.5 കിഴക്ക്, 82.5 ഈസ്റ്റ് ആണ് നമ്മുടെ ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് കടന്നു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ മാനക രേഖാംശം ഗ്രീനിച്ച് സമയവുമായിട്ടുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. എത്രയാണ് മാനക രേഖാംശം ഗ്രീനിച്ച് സമയത്തേക്കാൾ? എത്രയാണ്? 5 മണിക്കൂർ 30 മിനിറ്റ്. എന്താണ്? കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. നമ്മുടെ മാനക രേഖാംശം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലാണ്. എപ്പോഴും ഓർത്തിരിക്കുക, 5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലാണ് മാനക രേഖാംശം ഗ്രീനിച്ച് സമയത്തേക്കാട്ടിലും. ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. മാനക രേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ, അതിനൊരു കോഡുണ്ട്, ആവശ്യമുള്ളവർ എടുക്കുക കേട്ടോ. OU കാം. OU കാം. നമ്മളിപ്പോൾ ഒരാളിങ്ങനെ കാമായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ പറയില്ലേ, OU കാം എന്ന് പറയില്ലേ? അത് ആലോചിച്ചാൽ മതി. OU കാം. ഇതിൽ O വന്നിട്ട് ഒഡീഷേനെയാണ് പറയുന്നത്. U വന്നിട്ട് UP ഉത്തർപ്രദേശാണ്. C ഫോർ ഛത്തീസ്ഗഡാണ് പറയുന്നത്. A ഫോർ ആന്ധ്രയാണ്. ഇനി അതുപോലെ തന്നെ M ഫോർ മധ്യപ്രദേശ്. അങ്ങനെ 5 പ്രദേശങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? മാനക രേഖാംശം കടന്നു പോകുന്നത്. ഒഡീഷ, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്. അങ്ങനെ 5 സംസ്ഥാനങ്ങളിലൂടെയാണ് മാനക രേഖാംശം കടന്നു പോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ
ജിയോഗ്രഫിയുടെ അത്യാവശ്യം നല്ലൊരു ഭാഗം നമ്മൾ ഹോട്ട് ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ചത് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു 7 ക്വസ്റ്റ്യൻസ് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ക്ലാസ് കണ്ടിട്ടുള്ളവർ എന്തായാലും ആ മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ. അത് നിങ്ങൾ ഇത്രയും നേരം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും, നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സമുദ്ര ഭൂവൽക്കത്തിൻ്റെ സാന്ദ്രത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? വേഗം പറഞ്ഞേ, ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി 3 ഗ്രാം ഘന സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. സമുദ്ര ഭൂവൽക്കത്തിൻ്റെ സാന്ദ്രത എത്രയാണ്? 3 ഗ്രാം ഘന സെൻറ്റിമീറ്റർ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭൂവൽക്കത്തെ മാൻഡിലിൽ നിന്നും വേർതിരിക്കുന്നത് മെഹ്റോവിക് വിച്ഛിന്നതയാണ്. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവങ്ങളുടെ പ്രഭവസ്ഥാനം കാമ്പാണ്. കാമ്പ് സിമ എന്നറിയപ്പെടുന്നു. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഭൂവൽക്കത്തെ മാൻഡിലിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗം ഏതാണ്? മെഹ്റോവിക് വിച്ഛിന്നതയാണ്. അതുപോലെ തന്നെ പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഏത് രീതിയിലാണ് കാണപ്പെടുന്നത്? ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവങ്ങളുടെ പ്രഭവസ്ഥാനം ഏതാണ്? കാമ്പാണോ? അല്ല, നമുക്കറിയാം അസ്തനോസ്ഫിയർ ആണ് അല്ലേ. കാമ്പ് സിമ എന്നല്ല, എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നിഫെ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭൂവൽക്കത്തെയും ഉപരിമാൻഡിലിനെയും ചേർത്ത് ഡാഷ് എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ എ ശിലാമണ്ഡലം. ഭൂവൽക്കത്തെയും ഉപരിമാൻഡിലിനെയും ചേർത്ത് എന്ത് വിളിക്കുന്നു? ശിലാമണ്ഡലം. കിർത്താർ പർവ്വതനിരകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ബംഗ്ലാദേശിലാണ് അല്ലേ. കിർത്താർ പർവ്വതനിരകൾ കാണപ്പെടുന്നത് എവിടെയാണ്? പാകിസ്ഥാൻ. കിർത്താർ പർവ്വതനിരകൾ കാണപ്പെടുന്നത് എവിടെയാണ്? പാകിസ്ഥാനിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിയോജക സീമയ്ക്ക് ഉദാഹരണം ഏത്? മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര, ഹിമാലയ പർവ്വതനിര, യൂറേഷ്യൻ ഫലകം, മധ്യ പസഫിക് പർവ്വതനിര. ഏതാണ് വിയോജക സീമയ്ക്ക് നല്ലൊരു ഉദാഹരണം? ഓപ്ഷൻ എ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയാണ് കേട്ടോ. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയാണ് വിയോജക സീമയ്ക്ക് നല്ലൊരു ഉദാഹരണമായിട്ട് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അറബിക്കടലിൽ പതിക്കുന്ന നദികളിൽ പെടാത്തത് ഏതാണ്? വേഗം കണ്ടുപിടിച്ചേ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2ഉം 4ഉമാണ് പെടാത്തത്. ഗംഗയും മഹാനദിയും എവിടെയാണ് പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് അല്ലേ. ബംഗാൾ ഉൾക്കടലിലാണ്, ബേ ഓഫ് ബംഗാളിലാണ് എന്ത് പതിക്കുന്നത്? നമ്മളുടെ ഗംഗയും മഹാനദിയും പതിക്കുന്നത്. നർമ്മദ, താപ്തി, സിന്ധു മുതലായവ ഏതിൽ പതിക്കുന്നു? അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏത്? അപരദന തീവ്രത താരതമ്യേന കുറവ്, അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, ഉയർന്ന ജലസേചന ശേഷി, പർവ്വത സമതലങ്ങളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞൊഴുകുകയും ചെയ്യുന്നു. ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 2ഉം 3ഉം 4ഉമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇത് ഉപദ്വീപീയ നദികളെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപരദന തീവ്രത താരതമ്യേന കുറവ് എന്നുള്ളത്. ഹിമാലയ നദികൾക്ക് എന്തായിരിക്കും? അപരദന തീവ്രത കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമായിരിക്കും. ഉയർന്ന ജലസേചന ശേഷിയായിരിക്കും. പർവ്വത സമതലങ്ങളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞൊഴുകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ VFയുടെ ക്ലാസ് ഇവിടെ കഴിയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കിട്ടുന്ന സമയം നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. വാരി വലിച്ച് പഠിക്കല്ല, ആവശ്യമുള്ള കണ്ടൻറ്റുകൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇനി ഞാൻ സെക്കൻഡ് ക്ലാസ് ആയിട്ട് ഇടാൻ പോകുന്നത് നമ്മുടെ സുപ്രധാന നിയമങ്ങളിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്തപ്പോൾ ഒരു 2 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം വന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിൽ തന്നെ ആ സുപ്രധാന ഉപഭോക്തൃ സംരക്ഷണ നിയമം കംപ്ലീറ്റ് ചെയ്യാം. കൂടെ അതുവരെ നമ്മുടെ 2026 വരെ ചോദിച്ചിട്ടുള്ള ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതുവരെ പഠിച്ചിട്ട് ഇപ്പോൾ ഇത് ചെയ്തതുപോലെ റിവിഷൻ പോലെ അതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്കിതേപോലെ ചെയ്ത് നോക്കാം.
അപ്പോൾ നല്ല ക്ലാസ്, അടുത്തൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക് യു.